ഹലോ, ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു കേക്ക് ഡെക്കറേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നോസിലൊന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് എന്ത് രീതിയിൽ ഇഷ്ടമുള്ള ടൈപ്പിലൊക്കെ നമുക്ക് ഈ ഒരു കേക്കിൽ വരച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളോട് 2 കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗീതികാസ് ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ കൂട്ടുകാരും, അതുപോലെ തന്നെ റിഷ്വാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാരിയും. അപ്പോൾ അവർക്ക് 2 പേർക്കും ഒരു ബിഗ് ഹായ്. അപ്പോൾ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ പർപ്പിൾ കളർ സൈഡിലും അതുപോലെ മുകൾ ഭാഗത്ത് ഗ്രീനുമായിട്ട് ആദ്യം തന്നെ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സൈഡ് പോർഷനൊക്കെ ഇതുപോലെ നമ്മുടെ പാലൻ നൈഫ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുന്നേയൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ. എന്നിട്ട് ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഫോണ്ടൻറ്റിൻ്റെ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ വരച്ചെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു മരത്തിൻ്റെ ചില്ലയാണ് വരച്ചെടുക്കുന്നത്. അതുപോലെ ഒരു ചന്ദ്രനെയും പണ്ട് നമ്മൾ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ കാക്കയൊക്കെ വരയ്ക്കൂലേ, അതൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീമിൽ ബ്രൗൺ കളറാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ആ ഒരു ഇത് കളർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കാക്കയ്ക്ക് ബ്ലാക്കും അതുപോലെ നമ്മുടെ ചന്ദ്രന് ഒരു ലൈറ്റ് എന്താ പറയുക ഒരു ഓറഞ്ച് കളറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് കളറിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ട് റെഡ് ഇതുപോലത്തെ ഒരു പാലൻ നൈഫ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ അഗ്രഭാഗം കൂർത്തിട്ടുള്ള അത് വെച്ചിട്ടാണ് ആ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. പിന്നെ ബ്ലൂ കളറിലും അതുപോലത്തെ ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒക്കെ ക്രീമിലാണ് ചെയ്തിരുന്നത്. പിന്നെ ഗ്രീൻ കളർ ജെൽ കളർ തന്നെയാണ്, ഗ്രീൻ കളറും ചേർത്തിട്ട് അതും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളാണ്. അപ്പോൾ ഞാനത് സ്പീഡിൽ കൂട്ടി ചെയ്തപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഓറഞ്ച് കളറ് ക്രീം കുറച്ചൊന്ന് പാലൻ നൈഫിലാക്കിയിട്ട് നമ്മുടെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ചുമ്മാ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പിക്ചർ വരയ്ക്കുന്ന സമയത്ത് കേക്ക് നന്നായിട്ട് തന്നെ സെറ്റായതിനു ശേഷം വരച്ചു കൊടുക്കാവും ഒന്നുകൂടെ നല്ലത് കേട്ടോ. നമുക്ക് സെറ്റായി കിട്ടാനൊക്കെ വരച്ചെടുക്കുന്ന സമയത്ത് ക്രീമൊന്ന് ഇതായി പോവാതിരിക്കാനൊക്കെ നല്ലത് കേക്ക് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കേക്ക് ഡെക്കറേഷനാണ്. നോസിലിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ചുമ്മാ ഒന്ന് വരച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒന്നും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബോൾസും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്